ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെയധികം ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്നൊരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി അരിയോ അല്ലെങ്കിൽ വേറെ ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം. അരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയിലയും ഒരു സ്പൂൺ പുതിനയിലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 4 ചെറിയ ഉള്ളിയും ഒരു 4-5 വെളുത്തുള്ളിൻ്റെ അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും 2 കറാമ്പട്ടയും ഒരു കറുവയിലയും 2 ഏലക്കായയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ഒരു 1/4 കപ്പ് തൈര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ബിരിയാണിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറുണ്ടല്ലോ, ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് അടിച്ചു വെക്കാം. അതിനുശേഷം ഒരു വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴൻ്റെ ഇല ഇതുപോലെ കുക്കറിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മുടെ അടുപ്പ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ നല്ല തൈരും ഒക്കെ കൂട്ടി കഴിക്കുകയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.